നമസ്കാരം. ഒരു ജിലേബി കച്ചവടക്കാരൻ സ്വാമിയായി മാറുക, അയാൾ സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുക, എന്നിട്ട് കടന്നു കളയുക. ഇതൊക്കെ എവിടെ നടക്കാൻ എന്നൊന്നും ചോദിച്ചേക്കരുത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കാത്തതായി ഒന്നുമില്ല തന്നെ. പാലക്കാട് സ്വദേശി മുരളീകൃഷ്ണൻ പുളിക്കലാണ് UK എത്തിയപ്പോൾ ശരവണ ബാബയായി മാറിയത്. ആ പെരുമാറ്റം കോഴിക്കോട് ജിലേബി വിറ്റ് നടന്നിരുന്നതിലൂടെ ജിലേബി സ്വാമി എന്ന പേര് വന്ന മുരളീകൃഷ്ണന് അതുകൊണ്ട് പ്രത്യേകിച്ച് ആ പേര് മാറ്റം കൊണ്ട് ഒന്നും തന്നെ തോന്നിയില്ല. വീടുകളിൽ പ്രാർത്ഥനയും പൂജയും ഒക്കെയായി വിസ കാലാവധി തീരുന്ന മുറയ്ക്ക് പുതുക്കിക്കൊണ്ടിരുന്ന മലയാളികളുടെ ജിലേബി സ്വാമി ശ്രീലങ്കൻ തമിഴ് ഭക്തർക്കിടയിൽ ശരവണ ബാബയായി മാറിയതോടെ ആ മുരളീകൃഷ്ണന്റെ ജാതകം തെളിഞ്ഞു. അതായത് ശുക്രൻ സത്യത്തിൽ ഉച്ചസ്ഥായിയിൽ തന്നെ അങ്ങോട്ട് എത്തി. സ്വാമിയുടെ വാക്ചാതുരിയിൽ മയങ്ങിയ അനേകം സ്ത്രീകൾ കിടക്ക പങ്കിടുക മാത്രമല്ല, ഒന്നിലേറെ സ്ത്രീകൾ ജീവിത സമ്പാദ്യം ഒന്നാകെ ആസാമിയായിട്ടുള്ള മുരളീധരന്റെ കാൽച്ചുവട്ടിൽ വെക്കാൻ തയ്യാറായതോടെ സ്വന്തമായി ആശ്രമങ്ങളും മഠങ്ങളും ഒക്കെയായി ശരവണ ബാബ വളർന്നു വലുതായി പന്തലിച്ചു. വശീകരണ കലയിൽ അഗ്രഗണ്യനായിരുന്നു മുരളീകൃഷ്ണൻ. ആ മുരളീകൃഷ്ണന്റെ കൈകളിലേക്ക് ശരവണ ബാബയുടെ കൈകളിലേക്ക് എത്തിയ സ്ത്രീകളിൽ ഒരാൾ തൻ്റെ 1,28,000 പൗണ്ട് ഇയാളുടെ കൈവശമാണെന്ന് കാണിച്ചു നൽകിയ കേസാണ് ജിലേബി ബാബയെ, അതായത് ജിലേബി ബാബയിൽ നിന്ന് ശരവണ ബാബയായി മാറിയ ഇയാളെ കുരുക്കിയിരിക്കുന്നത്. താൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്നും ബ്ലാക്ക് മാജിക് വശമുണ്ടെന്നും ഒക്കെ തരം പോലെ അങ്ങ് തട്ടുവിട്ടതോടെയാണ് ഇയാൾ സ്ത്രീകളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഇപ്പോൾ ലണ്ടനിലെ ബാർനേജ് കോടതിയിലെത്തിയ കേസിൽ 2 സ്ത്രീകൾ തങ്ങളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തെന്ന് പരാതി ഉന്നയിച്ചതോടെ ശരവണ ബാബ ജയിൽ കയറുമെന്ന് ഏതാണ്ട് ഏറെക്കുറെ ഉറപ്പായി. ലോകമൊട്ടാകെ ഭക്തരെ സൃഷ്ടിച്ച് മുന്നേറുന്നതിനിടെയാണ് മുരളീകൃഷ്ണൻ ലണ്ടനിൽ ലോക്കാകുന്നത്. ബാർനെറ്റിൽ സ്വന്തമായി ക്ഷേത്രമായതോടെയാണ് ശരവണ ബാബ കൂടുതൽ പ്രശസ്തിയിലേക്ക് എത്തിയത്. 2 സ്ത്രീകൾ ശാരീരിക പീഡനത്തിനും ബലാത്സംഗത്തിനും പരാതി നൽകിയതോടെ 5 കേസുകളിലാണ് മുരളീകൃഷ്ണൻ എന്ന ശരവണ ബാബ ഇപ്പോൾ സമാധാനം പറയാൻ കോടതിയിൽ കൈകെട്ടി നിൽക്കേണ്ടി വരുന്നത്. തനിക്ക് ഒന്നും സംഭവിക്കില്ലെന്ന മട്ടിൽ VIP പരിവേഷത്തോടെയാണ് ഇയാൾ കോടതിയിൽ എത്തുന്നത് പോലും. ചാരനിറത്തിലെ കുർത്തയും വെളുത്ത പൈജാമയും കശ്മീരി സിൽക്ക് ഷോളും ഒക്കെ അണിഞ്ഞ അസൽ ദിവ്യനായി തന്നെയാണ് കോടതിയിലേക്കുള്ള ഇയാളുടെ വരവും പോക്കുമൊക്കെ. ഇതൊക്കെ ഇപ്പോൾ ബ്രിട്ടീഷ് മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകൾ പകർത്തിയിരിക്കുകയാണ്. മുൻജന്മത്തിൽ തങ്ങൾ രണ്ടും ഭാര്യാഭർത്തക്കന്മാരായിരുന്നു എന്നുവരെ പറഞ്ഞിട്ടാണ് ഈ മുരളീകൃഷ്ണൻ സ്ത്രീകളെ വശത്താക്കിയത്. ഇയാളുടെ വാക്ചാതുരിയിൽ വീണുപോയ സ്ത്രീ ജീവകാരുണ്യ ധനസഹായം എന്ന പേരിലാണ് 1,28,000 പൗണ്ടിന്റെ ദാനം ചെയ്തത്. 2022നും 2023നും ഇടയിലുള്ള മാസങ്ങളിലാണ് 2 സ്ത്രീകളും ദുരുപയോഗിക്കപ്പെട്ടത്. 2 സ്ത്രീകളും ഇയാളെ പരിചയപ്പെടുന്നതും പ്രാർത്ഥനാ സത്സംഗ വേളയിലാണ്. തനിക്കെതിരെയുള്ള കുറ്റങ്ങൾ നിഷേധിച്ച മുരളീകൃഷ്ണൻ തല ഉയർത്തി തന്നെയാണ് എല്ലാ ദിവസവും കോടതിയിൽ വിചാരണ നേരിടാനെത്തുന്നത്. താൻ നിസ്സാരമായി നിയമത്തിന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടുമെന്ന ഭാവത്തിൽ മുഖത്തൊളിപ്പിച്ച നിഗൂഢമായ ഒരു പുഞ്ചിരിയും എപ്പോഴും കൈമുതലായി ഇയാൾ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ക്ഷേത്രത്തിലെ പ്രസാദവുമായി രാത്രികളിൽ പരാതി നൽകിയ സ്ത്രീയുടെ വീട്ടിൽ മുരളീകൃഷ്ണൻ എത്തിയതായും കോടതിയിൽ വിചാരണയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ 2 തവണ വീട്ടിൽ വന്നപ്പോഴും വദനസുരതമാണ് ബാബ ആവശ്യപ്പെട്ടതെന്നും ഈ സ്ത്രീ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബാബയുടെ വീട്ടിൽ നടന്ന പ്രാർത്ഥനാ വേളയിൽ തന്നെ മടിയിലിരുത്തിയാണ് മുരളീകൃഷ്ണൻ ദുരുപയോഗം ചെയ്തതെന്ന് 2ാമത്തെ സ്ത്രീയും കോടതിയിൽ ബോധ്യപ്പെടുത്തി. ബർനാട്ടിലെ കതിർഗമ സ്കന്ദൻ ക്ഷേത്രത്തിൽ നിന്നുമാണ് മുരളീകൃഷ്ണൻ പ്രശസ്തിയും സ്ത്രീകളിൽ ആരാധനയും സൃഷ്ടിച്ചു തുടങ്ങിയതെന്ന് പ്രോസിക്യൂട്ടർ ക്രിസ്റ്റഫർ അമിസ് വാദമുയർത്തി. ചില ഘട്ടങ്ങളിൽ ഇയാൾ ഓം ശരവണ ബാബ മൾട്ടി ഫെയ്ത്ത് കമ്മ്യൂണിറ്റി സെന്ററിലും തന്റെ ദിവ്യത്വം വെളിപ്പെടുത്താൻ എത്തിയിട്ടുണ്ട്. പലവിധ കാരണങ്ങളാൽ നിരാലംബരും നിസ്സഹായരുമായിട്ടുള്ള സ്ത്രീകളാണ് ഇയാളുടെ കെണിയിൽ പെട്ടുപോയതെന്നും പ്രോസിക്യൂട്ടർ വാദിച്ചു. വിവാഹ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾക്ക് ശാന്തി തേടിയെത്തിയവരും മുരളീകൃഷ്ണന്റെ വക്രബുദ്ധിയിൽ വശംവദരായി എന്നും പ്രോസിക്യൂട്ടർ പറയുന്നു. തുടർന്ന് ഈ പറയുന്ന സ്ത്രീക്ക് ഫോൺ കോളുകളുടെ ശരമഴയാണ് മുരളീകൃഷ്ണൻ ഒരുക്കിയത്. വസതിയിൽ സഹയാത്രികൾക്കൊപ്പം എത്തി ക്ഷേത്രത്തിലെ പ്രസാദം നൽകി വിശ്വാസത്തെ നേടിയ ബാബ പിന്നീട് വാട്സപ്പിൽ കോൾ ചെയ്ത് വിളിച്ച് സ്ത്രീയുടെ കാൽപാദം കാണിക്കുവാൻ ആവശ്യപ്പെട്ടു.
അവരുടെ മനസ്സിന് ശാന്തി നൽകുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് താൻ തയ്യാറെടുക്കുകയാണ് എന്നായിരുന്നു പറഞ്ഞത്. താൻ നിസ്സഹായയാണ് എന്നറിയിച്ച സ്ത്രീ തുടർച്ചയായ ആവശ്യത്തെ തുടർന്ന് കാൽപാദം കാണിക്കുകയും അത് കണ്ടയുടൻ മുരളീകൃഷ്ണൻ വെരി ലവ്ലി എന്ന കമന്റ് നടത്തുകയും ചെയ്തു. തന്റെ ഇംഗിതം നടന്നില്ലെങ്കിൽ ഇയാൾ ബ്ലാക്ക് മാജിക് കാണിക്കുമോ എന്നും ഈ സ്ത്രീ ഭയപ്പെട്ടെന്ന വിവരം കൂടി പ്രോസിക്യൂട്ടർ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ ഡ്രൈവറുമായി വീട്ടിലെത്തി സംസാരം നടത്തിയ ശേഷം ഡ്രൈവറോട് കാറിൽ പോയി ഇരിക്കാൻ ഈ പറയുന്ന ബാബ ആവശ്യപ്പെട്ടു. തുടർന്ന് സ്ത്രീയെ കടന്നുപിടിച്ച് ആലിംഗനം ചെയ്ത് ചുംബനം ചെയ്യുകയായിരുന്നു. ഈ ഘട്ടത്തിൽ വിസമ്മതം പ്രകടിപ്പിച്ച സ്ത്രീയോട് മുജ്ജമ്മത്തിൽ ഇരുവരും ദമ്പതികളായിരുന്നു എന്ന തന്ത്രം ബാബ അവിടെ മുഴക്കി. വീണ്ടും തന്റെ താല്പര്യമില്ലായ്മ അറിയിച്ച സ്ത്രീയോട് സഹകരിക്കണമെന്നും തന്റെ മാന്ത്രിക ശക്തി സ്ത്രീയുടെ പ്രയാസങ്ങൾ മാറ്റുമെന്നും മുരളീകൃഷ്ണൻ അറിയിച്ചു. ദൈവമാണ് തന്നെ അയച്ചതെന്നും അയാൾ തുടർന്നതോടെ സ്ത്രീ കൂടുതൽ നിസ്സഹായയായി. ബ്ലാക്ക് മാജിക്കിലൂടെ ഒരാളെ രോഗിയാക്കാനും നശിപ്പിക്കാനും ഒക്കെ സാധിക്കുമെന്ന് ബാബ ഇതിനകം തന്നെ സ്ത്രീയോട് പറഞ്ഞിരുന്നതും അവരെ മുരളീകൃഷ്ണന് കീഴടങ്ങാൻ പ്രേരിതയാക്കി. തുടർച്ചയായി ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന മുരളീകൃഷ്ണനെ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഭയം കാരണം ചിലപ്പോഴൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകാൻ നിർബന്ധിതയാകുകയായിരുന്നുവെന്നും അവർ കോടതിയിൽ മൊഴി നൽകി. 2022 മെയ് 1 ജൂൺ 30 ഇടയിലുള്ള ഒരു തീയതിയിൽ വദനസുരതം നടത്തിയതും സ്ത്രീ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അർദ്ധരാത്രിയിൽ ഭക്ഷണവുമായി ഡ്രൈവർക്കൊപ്പം എത്തി അത് പങ്കിട്ട് കഴിച്ച ശേഷം ഡ്രൈവറെ കാറിലേക്ക് അയച്ചതിനെ തുടർന്ന് അടുക്കളയിൽ വെച്ചാണ് തന്നെ കൊണ്ട് വദനസുരതം നടത്തിച്ചതെന്നും സ്ത്രീ വ്യക്തമാക്കുന്നുണ്ട്. ആദ്യം വദനസുരതത്തിന് നിരസിച്ചു എന്ന് പറയുന്നുണ്ട് ഈ സ്ത്രീ. പക്ഷേ താൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നിർബന്ധപൂർവം മുരളീകൃഷ്ണൻ ശ്രമിച്ചു. വാ തുറക്കാതായപ്പോൾ നിർബന്ധിച്ച് വദനസുരതം ചെയ്യാൻ ബലാത്കാരമായി ശ്രമിച്ചു. തുടർന്ന് അരിശത്തോടെ നീ എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന ശകാരം നടത്തിയ ശേഷം വീട് വിട്ടുപോയി ഇയാൾ. എത്രയേറെ ക്രൂരതയാണ് ഒരു സ്ത്രീയോട് ഈ ഒരു സ്വാമി എന്ന് പറയുന്ന ആസാമി ചെയ്തത് എന്ന് ആലോചിച്ചു നോക്കണം. ഓരോ മലയാളിയുടെയും വില കളയുന്ന പ്രവൃത്തിയാണ് ഈ പാലക്കാട്ടുകാരൻ ചെയ്തത് എന്ന് ഓർക്കണം. തുടർന്ന് രണ്ടാം ഘട്ടത്തിലാണ് ബലാത്സംഗം നടക്കുന്നത്. വലിയൊരു സംഘം ആളുകൾക്കൊപ്പമാണ് അന്ന് ഇയാൾ വീട്ടിലെത്തിയത്. പ്രാർത്ഥനയ്ക്ക് ശേഷം ബാബയും സ്ത്രീയും ഒറ്റയ്ക്കായപ്പോൾ ബാത്റൂം അന്വേഷിച്ചു. അപ്പോൾ മുകൾ നിലയിലെ ബാത്റൂം നൽകി. പുറത്തിറങ്ങിയ ഇയാൾ വീണ്ടും വദനസുരതം ആവശ്യപ്പെട്ടപ്പോൾ കരഞ്ഞുകൊണ്ട് 1 മിനിറ്റ് അയാളുടെ ഇംഗിതത്തിന് ഈ സ്ത്രീ വഴങ്ങേണ്ടി വന്നു. അടുത്ത മുറിയിൽ കുട്ടികൾ ഉറങ്ങുന്നതുകൊണ്ട് ഒച്ച വയ്ക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഈ സ്ത്രീ എന്നും കോടതിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സ്ത്രീ മുരളീകൃഷ്ണനുമായി ബന്ധം ആഗ്രഹിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് ബാബയുടെ അഭിഭാഷകനായ ബാരിസ്റ്റർ അലി നസീം നജ്വ എതിർവാദം ഉയർത്തിയത്. രണ്ടാം ഘട്ടത്തിൽ വീട്ടിൽ വന്നപ്പോൾ എതിർക്കാതിരുന്നത് എന്തുകൊണ്ട് എന്ന പ്രതിഭാഗം അഭിഭാഷകൻ ചോദിച്ചപ്പോൾ അയാൾ തന്നെയും കുടുംബത്തെയും തകർക്കുമെന്ന വിശ്വാസത്തിലാണ് വീട്ടിൽ കയറാൻ അനുവാദം നൽകിയതെന്ന് ഈ സ്ത്രീ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ വീഡിയോ കോളിൽ ത്രിശൂലം പോലെയൊരു ആയുധം കാട്ടി തന്നെ എതിർക്കുന്നവരെ വരുത്താനുള്ളതാണ് എന്ന് ബാബ പറഞ്ഞതും സ്ത്രീ കോടതിയിൽ ഓർമ്മിച്ചെടുത്തു. എന്നാൽ 2023 ഏപ്രിലിൽ സ്ത്രീ അയച്ച സന്ദേശങ്ങളിൽ എന്നോട് മാത്രം നല്ല ബന്ധത്തിൽ ആയിക്കൂടെ, മറ്റുള്ളവരോട് എന്തിനാണ് ബന്ധമുള്ളതെന്നും തന്നെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് എന്താണ് എന്നൊക്കെയുള്ള ആശങ്കകൾ പങ്കുവയ്ക്കുന്നതും പ്രതിഭാഗം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. 2022 ശരത്കാലത്തിൽ ഭർത്താവ് നഷ്ടമായ സ്ത്രീയാണ് ശാരീരിക വിഷമതകൾക്ക് ആശ്വാസം തേടി ബാബയെ സമീപിച്ചത്. സ്ത്രീയുടെ പ്രശ്നങ്ങളിൽ മാനസിക ധൈര്യം നൽകിയ മുരളീകൃഷ്ണൻ പ്രാർത്ഥനാ വേളകളിൽ അവരെ അടുത്തിരുത്തി കൈത്തലം തന്റെ സ്വകാര്യ ഭാഗത്തോട് ചേർത്ത് പിടിച്ചിരുന്നത് പതിവായിരുന്നുവെന്ന് കോടതിയിൽ രണ്ടാമത്തെ സ്ത്രീയും വെളിപ്പെടുത്തൽ നടത്തി. ഈ സ്ത്രീയുടെ പക്കൽ നിന്നുമാണ് 1,28,000 പൗണ്ട് ഈ മുരളീകൃഷ്ണൻ അടിച്ചു മാറ്റിയതായി പരാതി എത്തിയിട്ടുള്ളത്. സാധാരണ പ്രാർത്ഥനയ്ക്ക് 25 പൗണ്ടും സ്പെഷ്യൽ പ്രാർത്ഥനയ്ക്ക് 501 പൗണ്ടും ഈടാക്കുന്ന ശരവണ ബാബ എന്ന ഈ മുരളീകൃഷ്ണൻ ഈ സ്ത്രീ പല ഘട്ടങ്ങളിലും പ്രാർത്ഥനയ്ക്ക് 2000 പൗണ്ട് നൽകിയിട്ടുണ്ട്. പലപ്പോഴും 1000 പൗണ്ട് ഇയാൾക്ക് നൽകിയത് പോലീസ് ചോദ്യം ചെയ്യലിൽ സംബന്ധിച്ച സ്ത്രീയുടെ വോയിസ് റെക്കോർഡും കോടതി ശ്രദ്ധയോടെ കേട്ടതും കേസിൽ നിർണായകമാകും. ഘട്ടത്തിൽ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് എത്തിയപ്പോൾ 10 കുടുംബങ്ങൾ 10,000 പൗണ്ട് വീതം നൽകണം എന്നാണ് മുരളീകൃഷ്ണൻ ആവശ്യപ്പെട്ടത്. അതും ബാങ്ക് ട്രാൻസ്ഫർ ആയിരിക്കരുതെന്നും പണമായി തന്നെ നൽകണമെന്നും ആവശ്യപ്പെട്ടു. താൻ അത് അനുസരിച്ചു, പക്ഷെ എന്തിനെന്ന് അറിയില്ല. തുടർന്ന് പതിവായി ക്ഷേത്രത്തിൽ എത്തിയതോടെ ദിവസം 2-3 തവണ ഇയാൾ തന്നെ വിളിച്ച് വൈകാരികമായി സംസാരിക്കാൻ തുടങ്ങിയെന്നും വെളിപ്പെടുത്തി.
എന്നാൽ ഗുരുവായതുകൊണ്ട് പരിധി വിടാൻ സാധിക്കുന്നില്ലെന്നും തനിക്ക് സ്ത്രീയെക്കുറിച്ചുള്ള ചിന്ത മൂലം ഉറക്കം നഷ്ടപ്പെട്ടതുമായൊക്കെ മുരളീകൃഷ്ണൻ വെളിപ്പെടുത്തിയതും സ്ത്രീയുടെ മൊഴിയിലുണ്ട്. അനേക കോടി സ്വത്തുക്കൾ കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ ശരവണ ബാബ സ്വന്തമാക്കിയപ്പോൾ സ്വാമി വേഷത്തിനു പിന്നിലെ കഥകൾ മലയാളികൾക്കിടയിൽ പ്രചരിച്ചു തുടങ്ങി. അതോടെ വീടുകൾ കയറിയുള്ള സ്വാമി പൂജ ഏറെക്കുറെ നിലയ്ക്കുകയും ചെയ്തു. എന്നാൽ അതിനകം തന്നെ താൻ വിഷ്ണു ഭഗവാന്റെ ജീവിച്ചിരിക്കുന്ന അവതാരമാണെന്നും തമിഴർക്കിടയിൽ മുരുകസ്വാമിയുടെ അവതാരമാണെന്നുമൊക്കെ തട്ടിവിട്ടതിലൂടെ മുരളീകൃഷ്ണൻ പുളിക്കൽ ആർക്കും തൊടാനാകാത്ത വിധം ഉയരങ്ങൾ താണ്ടി. എന്നാൽ ദുരുപയോഗം ചെയ്യപ്പെട്ട സ്ത്രീകളുടെ എണ്ണം കൂടുകയും 1 കോടിയിലേറെ രൂപയുടെ ആസ്തി സ്വാമിക്ക് നൽകിയ സ്ത്രീ പണം മടക്കി ആവശ്യപ്പെട്ടതിലൂടെ മുരളീകൃഷ്ണന്റെ ശനിദശ ആരംഭിക്കുകയായിരുന്നു. പോലീസ് കേസിനും പോകാതിരുന്നാൽ പണം മടക്കി നൽകുന്ന കാര്യം പരിഗണിക്കാമെന്ന് ശരവണ ബാബ പറഞ്ഞെങ്കിലും അതിനകം തന്നെ അയാളുടെ തനിനിറം മനസ്സിലാക്കിയ സ്ത്രീ ഭക്തപീഡനത്തിനും പണവഞ്ചനയ്ക്കുമെതിരെ കേസ് നൽകുകയായിരുന്നു. ഇതേ തുടർന്ന് ബ്രിട്ടീഷ് പോലീസ് തേടിയെത്തും മുമ്പേ രാജ്യം വിടാൻ ഒരുങ്ങിയ ശരവണ ബാബയെ 2023 ലണ്ടനിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇയാളുടെ സ്വത്തുക്കളും ബാങ്ക് ഇടപാടുകളും ഒക്കെ മരവിപ്പിച്ച പോലീസ് 8ന്റെ പണിയാണ് ബാബയ്ക്ക് കൊടുത്തത്. ഈ വിവരം അന്നു മുതൽ തന്നെ പ്രചരിച്ചിരുന്നുവെങ്കിലും പോലീസ് വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് വാർത്തകൾ പുറത്തു വരാതിരുന്നത്. കോവിഡ് അനന്തര തടസ്സങ്ങളിൽ ബ്രിട്ടനിലെ കോടതി നടപടികൾ നിരന്തരം തടസ്സപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് അറസ്റ്റിലായ ശരവണ ബാബയുടെ വിചാരണ തുടങ്ങാൻ കാലതാമസം നേരിട്ടത്. മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ കേസുകളാണ് ബ്രിട്ടനിലെ വിവിധ കോടതികളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്. നന്ദി.